ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ടിപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പണ്ട് മുതലേ ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മോതിരവളയം ഇടുക. അതായത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ഒത്തിരി മരങ്ങൾ നിൽപ്പുണ്ടായിരിക്കും. 5-10 വർഷമായി നട്ടിട്ട് ഒരു കായ്ഫലം പോലും ആവാത്ത മാവും പ്ലാവും ചാമ്പയും അങ്ങനെ ഒത്തിരി മരങ്ങൾ കായ്ക്കാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ മരങ്ങൾ 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ തന്നെ ഈ വൃക്ഷങ്ങളിലൊക്കെ കായ്ഫലം ഉണ്ടാകുമെന്നാണ് ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ മരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണമെന്ന് പറയുന്നത് 6 മാസം മുന്നേ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കാണുകയും അതുപോലെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തിരിക്കുന്ന 3 നാരകങ്ങളിൽ ചെയ്തു. അപ്പോൾ ആ ഒരു കൊമ്പിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ഈ മുന്നേ ചെയ്ത മരങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതാണ് മരം. ഈ മരത്തിൽ ഇവിടെ 2 കൊമ്പുകളാണുള്ളത്. അതിൽ ഞാൻ ഈ കൊമ്പിലാണ് 6 മാസം മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൊമ്പ് നോക്ക്, ഫുള്ള് തളർത്ത് പുതിയ ഇലകളൊക്കെ വന്ന്. പഴയ കൊമ്പാണെങ്കിൽ പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ 3 മരങ്ങളിലാണ് ചെയ്തത്. ഇത് 2ാമത്തെ മരമാണ്. ഇത് 2ാമത്തെ മരമാണ്. ഇതിലും ഇതുപോലെ ഈ കൊമ്പ് നല്ല തളർക്കുകയും മറ്റേതിനെ വെച്ച് നോക്കുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസമുണ്ട്. ഇതാണ് 3ാമത്തെ മരം. ഇതിലും ഈ ഒരു കൊമ്പിൽ പുതിയ ഇലകളും തളിരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞാൻ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ 2ാമത്തെ കൊമ്പിലും ഇതുപോലെ, ഇപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്, ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ വീടുകളിൽ ചെയ്ത് നോക്കുക. നല്ലൊരു മാറ്റം ആ മരത്തിലുണ്ടാകും. ഞാൻ കണ്ട വീഡിയോയിൽ ആ കൊമ്പിൽ കായ്ഫലവും ആദ്യമായിട്ടുണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഇനിയും ദിവസം എടുക്കും. എന്തായാലും ഇത് നല്ലൊരു വ്യത്യാസം എനിക്കും അനുഭവപ്പെട്ട്, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഒരുവിധം എല്ലാ മരത്തിലും ഇതുപോലെ ചെയ്തു. ഇതിവിടുത്തെ ഒരു മാവാണ്. അതിലെന്താ ഒരു കൊമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു പേരമരമാണ്. ഇതിനും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പരീക്ഷണാർത്ഥം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മൂഡിൽ ചെയ്ത് നോക്കണ്ട. ഇതേപോലെ 2 കൊമ്പായ ശിഖരങ്ങളെത്തിയ സ്ഥലങ്ങൾ കാണും. അതിലേതെങ്കിലും ഒരു ശിഖരത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത മൂട്ടിൽ ചെയ്യുകയോ അടുത്തയിലൊക്കെ ചെയ്ത് നോക്കാം. ഇനി അഥവാ അത് ചെയ്തത് ശരിയാവാതെ ഉണങ്ങിപ്പോണെങ്കിൽ മരം മൊത്തത്തിൽ പട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു 10 വർഷം വഴക്കമുള്ള ഒരു മരത്തിൽ മെയിൻ കമ്പിൽ തന്നെ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതെനിക്ക് ഇത്രയും ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വന്ന ഒരു ധൈര്യത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാനായിട്ട് ഒരു കത്തിയോ ബ്ലേഡോ ആണ് ആദ്യം വേണ്ടത്. ഒന്നോ 1.5 സെൻറ്റിമീറ്ററാണ് ഈ കട്ടിങ്ങിൻ്റെ സ്പേസ് വേണ്ടത്. മുകളിലത്തെ സ്കിന്ന് മാത്രമാണ് കട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതുപോലെ 1 അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ സ്പേസിൽ അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് മാത്രം റൗണ്ടിന് കട്ട് ചെയ്ത് കളയുക. മുകളിലോട്ടിങ്ങനെ ഇളകി പോകാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.